അതെ, അത് ബൈജു സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈജു, ഇപ്പോൾ ഒരു പോലീസ് കെട്ടിടമായതുകൊണ്ട്, സർക്കാർ സ്ഥാപനമായതുകൊണ്ട് അപകടാവസ്ഥയിലായപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവർക്ക് മറ്റൊരു ഇടത്തേക്ക് മാറാൻ കഴിഞ്ഞു. പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ. അവരുടെ ഭൂമിയും അവരുടെ സ്ഥലവും ഒക്കെ ഉപേക്ഷിച്ച് അവരെവിടേക്ക് പോകും? ഈ അവസ്ഥയിൽ അവർക്ക് ആര് തുണയാകും എന്നത് വലിയൊരു ചോദ്യമാണ്. തീർച്ചയായും ആര്യ, 100 കണക്കിന് വീടുകൾ ഈ പരിസരത്തുണ്ട്. അവരെല്ലാം ആശങ്കയിലാണ്. ഇത് ഈ ദേശീയപാതയിൽ ഈ അപകടാവസ്ഥ ഉള്ള ഈ പ്രദേശത്തിന്റെ തുടക്കമുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആണ് നമ്മൾ ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടാവസ്ഥ, വലിയ കുന്നുകൾ അപ്പാടെ ഇടിച്ച് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ നിർമ്മിതിയൊക്കെ നടന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാണാം, ഈ പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. അതിന്റെ അപകടാവസ്ഥ, അതായത് ഇതൊരു കുന്നായി രൂപപ്പെട്ടിരിക്കുന്നു. ഒരു നിരപ്പ് പിടിച്ച ഒരു സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ വലിയ ഉയരത്തിൽ ഒരു കുന്നിന് മുകളിലുള്ള ഒരു പോലീസ് സ്റ്റേഷനായി മാറുകയും അങ്ങനെ അപകടാവസ്ഥയിൽ ഇതിന്റെ ബോർഡൊക്കെ നമുക്ക് കാണാം. താഴെ നിലത്ത് ഊരി മാറ്റിയ നിലയിൽ ഈ പോലീസ് സ്റ്റേഷന്റെ ബോർഡൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു. ഇവിടെയുള്ള പോലീസുകാരെല്ലാം തന്നെ ഇവിടെ നിന്നും മറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് പോയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങനെ പോയതല്ല, വളരെ പെട്ടെന്ന് തന്നെ ഈ പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് ആളുകൾ പോവുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ജനങ്ങൾ അവർ എന്ത് ചെയ്യുമെന്നതാണ്. അവരുടെ വീടുകൾ, അവരുടെ സ്വത്തുവകകൾ, വർഷങ്ങളായി താമസിക്കുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ കെട്ടിടം, ഈ പോലീസ് സ്റ്റേഷൻ കെട്ടിടം എന്തായാലും അപകടാവസ്ഥയിലാണ്. ഇതിന് തൊട്ട് താഴെ ദൃശ്യങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാം അരിയത. ഇതാണ് ആ പോലീസ് സ്റ്റേഷൻ മുൻവശം. പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തിൽ കൃത്യമായി നമുക്ക് കാണാം വലിയ തോതിൽ വെള്ളം. ഇപ്പോൾ മഴ അല്പം കുറഞ്ഞതുകൊണ്ടാണ്, ഇതില്ലെങ്കിൽ വലിയ തോതിൽ ഇവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നാണ് നാട്ടുകാർ തന്നെ നമ്മളെ അറിയിച്ചിരുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം വെള്ളം ഇപ്പോഴും ഒഴുകി പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി മഴയില്ല, എന്നിട്ടും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി നല്ല ശക്തമായ ഒരു മഴ വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ സാഹചര്യമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആര്യ, കൃത്യമായ ഈ ദൃശ്യം ഇത് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് താഴെയായി കാണുന്ന ദൃശ്യമാണ്. ഇതിന്റെ മുകളിലാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ ഇവിടുന്ന് ഓടയിൽ നിന്നും ഈ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് ഈ ദേശീയപാതയിലേക്കാണ് ഇത് മുഴുവൻ വെള്ളവും പോകുന്നത്. അത് ശക്തമായ മഴ വന്നാൽ വലിയ തോതിൽ വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെടുന്നു, മാത്രമല്ല അപകടാവസ്ഥ വരുന്നു. ഇത് താഴെ നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലേക്കാണ് ഈ വെള്ളമെല്ലാം ഒലിച്ചിറങ്ങുന്നതും. എന്തായാലും നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഈ കുന്നൊക്കെ ചെറിയൊരു മഴ വന്നാൽ റോഡിലേക്ക് പതിക്കുമെന്ന ഒരു അവസ്ഥയിലാണുള്ളത്. താഴെ അതിഭീകരമായ ഒരു സാഹചര്യമാണ് താഴ്ഭാഗത്തുള്ളത്. എന്തായാലും ഇപ്പോഴും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ സാധനങ്ങൾ എടുത്ത് പോകുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഏതായാലും അവർ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നു. അവർക്ക് അത്തരത്തിൽ മാറാൻ പറ്റും. പക്ഷെ അപ്പോഴും ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ അവർ എങ്ങോട്ട് മാറും എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വലിയ അപകടാവസ്ഥ ഇവിടെയുണ്ട്. ഇതിലെ കൂടി പോകുന്ന വാഹനങ്ങൾക്കെല്ലാം വലിയ അപകടാവസ്ഥയുണ്ട്. ഈ കുന്ന് കാണാം, നമുക്ക് കൃത്യമായി കാണാം. താഴെ ബസ്സുകൾ പോകുന്ന ഒരവസ്ഥ. ഇത് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇതിന് താഴോട്ട് നമ്മൾ ഇറങ്ങിയാൽ ഇത് ഇടിഞ്ഞ് താഴെ വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ അപകടാവസ്ഥ ഇവിടെ ഇപ്പോഴും ഉണ്ട്. പോലീസ് സ്റ്റേഷൻ താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുന്നു. അവരിവിടെ നിന്നും അവരുടെ സാധനങ്ങളും മറ്റുമായി ഈ പോലീസ് സ്റ്റേഷൻ മൊത്തമായി പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് എന്നേക്കുമായി ഇവിടുന്ന്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ അത് കൃത്യമായി ഇടപെട്ടു. അവരെ ഈ അപകടക്കെണിയിൽ നിന്ന് മാറ്റി മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പക്ഷേ അവിടെ ഇപ്പോഴും തുടരുന്ന 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. അവർ ജീവൻ പണയം വെച്ചാണ് അവിടെ ജീവിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ തക്ക വിധത്തിലാണ് ആ റോഡ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത്തരത്തിൽ ഭൂപ്രകൃതി മനസ്സിലാക്കാതെ റോഡ് നിർമ്മാണം ഡിസൈൻ ചെയ്താൽ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ഈ മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നതേ ഉള്ളൂ. ബൈജു, ഇതിപ്പോൾ ഒരു റീച്ചിലെ കാര്യം മാത്രമാണ് ഇങ്ങനെ. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായ പലതരത്തിലുള്ള അപകടക്കെണികളെക്കുറിച്ചും ബൈജു തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഈ മേഘ കൺസ്ട്രക്ഷൻസ് എന്ന കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു വലിയ വീഴ്ചയുടെ വാർത്തയും കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രധാനമായും വലിയ അപകടക്കെണിയായി മാറിയിരിക്കുന്നത് കാസർകോട്ടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഈ ദേശീയപാത കടന്നു പോകുന്നതിൽ? ആര്യ, ചെറുവത്തൂർ ബട്ട്ലായിക്കുന്ന്, വീരമലക്കുന്ന്,
അതുപോലെ തന്നെ ഈ ചെർക്കള ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഇതാണ് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലുള്ളത്. ഇത് ഇനി എത്ര ദിവസം എടുക്കും ഇതിൽ ഈ ഒരു അപകടാവസ്ഥ മാറ്റിയെടുക്കാൻ? അതല്ല ഈ അപകടാവസ്ഥ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതിനിടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ചാലിങ്കാലിൽ അനധികൃതമായി വലിയ തോതിൽ മണലെടുപ്പ് നടന്നതിനെ തുടർന്ന് ഒരു തടാകം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നാട്ടുകാരോ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഈ പ്രദേശത്ത് നിന്നും മണലെടുക്കുന്നത് ഒരു തരത്തിലും അറിഞ്ഞിരുന്നില്ല. ആ മണ്ണ് ഫുള്ള് ആ ഭാഗത്തുള്ള മണ്ണെടുത്ത് അവിടെ വലിയ തോതിൽ 9 മീറ്ററിലധികം താഴ്ചയിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. അതായത് ദേശീയ പാതയിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം മാറിയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഏത് സമയത്തും പൊട്ടി അത് താഴേക്ക് ദേശീയപാതയിലേക്ക് പതിക്കാൻ എന്ന സാഹചര്യത്തിലാണുള്ളത്. ഏതായാലും ആ വിഷയത്തിൽ ന്യൂസ് 18 വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ തഹസിൽദാർ ഉൾപ്പെടെ, റവന്യൂ ഉൾപ്പെടെ, ജിയോളജി സംഘം ഉൾപ്പെടെ ഈ സ്ഥലത്തെത്തുകയും ഈ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയോട് 3 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ സ്ഥലം കൃത്യമായി പരിശോധന നടത്തി വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ മണലെടുപ്പ് നടന്നതെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ജില്ലാ കലക്ടറുടെ ഒരു ഈ കാര്യത്തിലുള്ള നടപടിയാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. അവർ ഏത് തരത്തിലുള്ള നടപടിയാണ് ഇനി ജില്ലാ കലക്ടർ ഈ കാര്യത്തിൽ എടുക്കുന്നതെന്ന് അറിയണം. കാരണം കഴിഞ്ഞ ദിവസം മട്ട്ലായിക്കുന്നിലുണ്ടായ ഈ റോഡ് കുന്നിടിഞ്ഞതിനെ തുടർന്ന് റോയൽറ്റി ഇനത്തിൽ 5 ഇരട്ടി പിഴ, അതായത് 1,15,00,000 രൂപയാണ് അവിടെ ഈടാക്കിയിരുന്നത്. അതിലും വലിയ ഒരു അപകടാവസ്ഥയാണ് ഈ ചാലിങ്കാലിലുള്ളത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് രാവിലെ ഒരു വലിയ ഗർത്തം, അതായത് ഈ വെള്ളമൊക്കെ കൃത്യമായി ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം അപകടമാവും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വലിയ ഗർത്തം അവിടെ രൂപപ്പെടുകയും പിന്നീട് അത് ഗർത്തം ഇവർ പലപ്പോഴും ഇത്തരത്തിൽ വിള്ളലുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പെടുന്നത് മാത്രമേ നമ്മൾ അറിയുള്ളൂ. മറ്റേത് പലതും ഇവർ ആ സമയത്ത് തന്നെ സിമെന്റോ അല്ലെങ്കിൽ ചാക്കോ ഒക്കെ ഉപയോഗിച്ച് അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവർ അതിൽ ആ ഒരു താൽക്കാലികമായ ഒരു സംവിധാനം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു റോഡിന് വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. പക്ഷേ നമ്മളത് നോക്കിയപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കാരണം പല സ്ഥലങ്ങളിലും ഈ സിമെന്റ് ഇട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അതോടൊപ്പം അതിന് മുകളിൽ ചാക്കും വിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിള്ളൽ കാണുമ്പോൾ ഇവർ ചെയ്യുന്നതാകിയതാണ്. പ്രത്യേകിച്ച് ഈ മണ്ണ് നമുക്ക് പരിശോധിച്ചാൽ കാണാം, ഇതൊരു കുന്ന് ഇടിച്ച മണ്ണാണ്. ഈ മണ്ണിന്റെ ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്താതെ സാധാരണ രണ്ട് സൈഡിലും സിമെന്റ് വാള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ച് അവിടെ ഈ മണ്ണ് താൽക്കാലികമായി ഇങ്ങനെ നിക്ഷേപിച്ചാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴ വരുമ്പോൾ ഈ മണ്ണ് താഴോട്ട് ഇരുന്നാണ് ഇത്തരത്തിൽ ഒരു അപകടാവസ്ഥ ഉണ്ടായത്. ഏതായാലും ഇത് ഇപ്പോൾ ദേശീയപാത അതിർത്തിയുടെ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഇനി ഈ മണ്ണ് ഇടിഞ്ഞ് ഇപ്പോൾ റോഡിലേക്ക് വീഴാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഗതാഗതം ഈ മേഖലയിൽ പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒരിക്കൽ കൂടി കാണാം. ഇത്രയും അടുത്താണ് ഈ കുന്നിൻ മുകളിൽ ഇടിഞ്ഞ് വീഴാൻ പാകത്തിൽ ഇത്രയും അടുത്തായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ നിലനിന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇത് മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അവരുടെ ആളുകളാണ്. ഏതായാലും ഇപ്പോൾ ഈ ഭാഗത്തുള്ള മണ്ണ് ഇത്രയും മണ്ണ് ഇതെങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മഴ വരും ദിവസങ്ങളിൽ ഇനിയും ശക്തമായ മഴയുണ്ടാകും. ആ സമയങ്ങളിൽ ഇനി എന്ത് അപകടം ഉണ്ടാകുമെന്നതാണ് വലിയ ആശങ്കയോടെ കാണുന്നത്. എന്തായാലും ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് അധികൃതർ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായും കെ വി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുരന്തമുണ്ടായിട്ട് അപലപിച്ചിട്ടോ തക്കതായ നടപടി ഇനി എടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടോ ഒരു കാര്യവുമില്ല. ഏറ്റവും അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ഈ മേൽപ്പറമ്പ ഭാഗം ഉള്ളത്. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പോലും മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. സ്കൂൾ ബസ്സുകൾ അടക്കം നിരവധി വാഹനങ്ങൾ സജീവമായി പൊക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഗതാഗതമെങ്കിലും താൽക്കാലികമായി ഒന്ന് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായ ഘട്ടമാണിത്. ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ആ അപകടം തടയിടാൻ വേണ്ട മുൻകരുതലുകൾ അധികൃതർ എടുക്കണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.